കട്ടൻ ചായ 138. കട്ടൻ ചായ 138 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹായ സഹകരണങ്ങൾക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സ് 3068 പേരായതിൽ സന്തോഷിക്കുന്നു. All subscribers are welcomed to this program. Let us make a black tea. ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. സ്റ്റാർട്ട്. എല്ലാ സാധനങ്ങളും ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിനെയും കാണിക്കുന്നു. ഡാർജിലിംഗ് ടീ ആണ് ആദ്യത്തേത്, തേയിലയാണ് ആദ്യം കാണിച്ചത്. ഇപ്പോൾ കാണിക്കുന്നത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, മധുരം. ഇത് ഇഞ്ചിയാണ്. നെക്സ്റ്റ് ഐറ്റം കറുവാപ്പട്ട ആൻഡ് ഏലക്ക ആണ്. കറുവാപ്പട്ടയും ഏലക്കായും അരിഞ്ഞു വെച്ചിരിക്കുന്നതും അത് മുഴുവനോടെയുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്നു. ഇനി ഇത് ഫിൽറ്ററിങ് യൂണിറ്റാണ്. ഒരു സ്പൂണ്, ഒരു അരിപ്പ, പിന്നെ ഒരു ജാറ്. ആ ജാറ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നെക്സ്റ്റ് ഐറ്റം അതുണ്ടാക്കാനുള്ള ചെരുവനാണ്. നെക്സ്റ്റ് ഐറ്റം വെള്ളമാണ്. 2 ഗ്ലാസ് വെള്ളമാണത്. ഇത് നമ്മുടെ ഹീറ്ററിൻ്റെ പുറത്തേക്ക് നമ്മൾ അത് വെള്ളം വയ്ക്കുന്നതിന് മുമ്പ് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തപ്പോൾ 60 എന്നുള്ള ആ ഡിജിറ്റ് കാണിക്കുന്നു. അത് 58 ആകുന്നവരെയാണ് നമ്മുടെ പ്രവൃത്തി. പാത്രം അടുപ്പിൽ വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതായത് ഇപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചത് 2 ഗ്ലാസ്സാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആദ്യം ഇടുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടതിന് ശേഷം കറുവാപ്പട്ടയും ഏലക്കായും ഇടണം. അതിനുശേഷം നമ്മൾ 2 മിനിറ്റ് അത് തിളയ്ക്കാൻ അനുവദിക്കണം. ആ സമയത്തേക്ക് സ്വല്പം വർത്തമാനം പറയാം. 2 മിനിറ്റ് സമയം. ഈ പ്രോഗ്രാം 138 ആണ്. 138 27-ാം തീയതി റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ 27, 28, 29, 30 4 ദിവസത്തെ എൻ്റെ വർക്ക് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. യാത്രകൾ, പിന്നെ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് താമസിച്ചു പോയത്. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ പ്രാക്ടീസും കൂടിയാണ്. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ യൂട്യൂബിൽ നമുക്ക് നല്ല വീഡിയോകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ നിങ്ങൾ സാദരം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി പറയുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ, അതായത് പുതിയ യൂട്യൂബേഴ്സിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഇമോജി ഇട്ടാൽ മതി. ഞാനത് കമൻറ്റ് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ട് ആ കമൻറ്റിനനുസരിച്ച് അത് അവരുടെ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു ലൈക്കും ഒരു കമൻറ്റൊക്കെ കൊടുത്ത് ഞാൻ അവരെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ നിരവധി പേരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു സബ് അല്ല. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവരോ അല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. വെള്ളം തിളച്ചാൽ അടുത്ത നടപടി, ഈ വെള്ളത്തിൻ്റെ ഫുൾ തിള നല്ല ചൂടായി കഴിയുമ്പോൾ അതിനെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ തിള നിർത്തുന്നു. ബോയിലിംഗ് നിർത്തി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ടീ, ചായ ഇലയാണത്. അത് നല്ല ഐറ്റമാണ്, നല്ല കോസ്റ്റ്ലിയാണ്, നല്ല രുചിയുള്ളതാണ്. അപ്പോൾ ആ ചായയുടെ രുചിയും ഈ കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചി, ഇതിൻ്റെയൊക്കെ രുചിയും കൂടെ കൂടുമ്പോൾ ചായ നല്ല സൂപ്പർ ചായയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുടിക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷം, ഉണർവ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ 2 സ്പൂണ് പഞ്ചസാര. പഞ്ചസാരയുടെ അപരൻ, അതായത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, ഷുഗർ ഇല്ലാത്ത സ്വീറ്റ്നറാണ് അത്. ഇത് ഡയബറ്റിക്സുകാർക്ക് കൊള്ളാമെന്നൊക്കെ ഡോക്ടർ മരുന്ന് കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അവരിപ്പോൾ അങ്ങനെ പറയായിരിക്കും. അപ്പോൾ ഫിൽറ്റർ ചെയ്യാനായിട്ടുള്ള ആ പാത്രത്തിലേക്ക് നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് ആ ചായയുടെ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ഞാൻ
രാത്രിയിൽ ഷൂട്ട് ചെയ്തത് കാരണം എൻ്റെ സഹായി ഇല്ല ഇന്ന്. അതുകൊണ്ടാണ് മഗ് എൻ്റെ മേളിൽ തന്നെ ആ ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ അരിച്ചെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ കപ്പിലേക്ക് ഒഴിക്കുന്നു. കപ്പിലേക്ക് ഒഴിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് മുഴുവൻ തടുപ്പും. അതിന് മുമ്പായിട്ട് അതൊന്ന് ഇളക്കണം. പഞ്ചസാര ഇട്ടത്, ആ മധുരം ഇട്ടതെല്ലാം ഒന്ന് ഇളക്കി യോജിച്ച് വരണം. പഞ്ചസാരയെല്ലാം മധുരം. അത് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കുന്നു, ശ്രദ്ധാപൂർവം ചെയ്യുന്നു. അപ്പം ഈ കപ്പിൽ വന്ന ഈ ചായ ഇത് നമ്മൾ പ്രാർത്ഥനാ ടേബിളിലേക്ക് മാറ്റുന്നു. ഇവിടുന്ന് പോയി അപ്പുറത്ത് കൊണ്ട് വെച്ചു. ഇവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ബൈബിൾ വളരെ ആദരവോടുകൂടി എടുത്തുകൊണ്ടുവന്നു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് വചനം തരുന്നത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ് ആണ്. 27-ാം തീയതിയിലെ ഡെയിലി ബ്ലെസ്സിങ് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛനാണ് അത് നമുക്ക് തരുന്നത്. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിൽ 35, 36, 37, 38, 39 ഈ വചനങ്ങളാണ് നമ്മളിന്ന് ഇവിടെ വായിക്കുന്നത്. അത് നമ്മൾ ബൈബിളിൽ ആദ്യം ഒന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇന്നത്തെ വചനം എന്ന് പറഞ്ഞ് അത് എഴുതിയിട്ടുണ്ട്. മർക്കോസ് 4, 35, 36, 37, 38, 39 ഈ വചനം ഞാനിവിടെ വായിക്കുന്നു. മർക്കോസ് അധ്യായം 4. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ശുഭം. ഗുഡ് ലക്ക്.